അധികം ആളുകളും അതൊന്നും വിശ്വസിക്കൂല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ടേ ഒന്ന്, പക്ഷേ ഈ സ്വർഗമൊക്കെ ഉണ്ടോ, നരകമൊക്കെ ഉണ്ടോ, അള്ളാഹു ഉണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒരു പഴങ്കഥയല്ലേ, മുസ്ലിയാക്കന്മാർ വെറുതെ പറഞ്ഞു പറ്റിക്കുന്നൊരു കഥയല്ലേ എന്നൊക്കെ ചിന്തിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ജുമയ്ക്ക് വരും അവർ 5 നേരം നിസ്കരിക്കും, അവർ മുസ്ലിം പേരിൽ ജീവിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ എന്തില്ല? അതാണ് ഖുർആൻ പറയുന്നത്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഭൂരിഭാഗത്തിന്റെ മേൽ, ജനങ്ങളിൽ അധികം ആളുകൾക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. പക്ഷേ അവരിൽ അധികം ആളുകളും എന്ത് ചെയ്യൂല? വിശ്വസിക്കൂല. ഉറപ്പുണ്ടാവത്തില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ല പിന്നെ കയ്യാളുടെ മേലെ ഇരിക്കുന്ന തേങ്ങ ഒന്നീ അപ്പുറത്ത് വീഴാം, അല്ലെങ്കിൽ സാധത്തുക്ക ഇപ്പുറത്ത് വീഴാം. അങ്ങനെ ഒരു വിശ്വാസം 50-50. അങ്ങനെ ആയാൽ പറ്റൂല. നമ്മൾ ഉറച്ച വിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം. അതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വർഷങ്ങളോളം ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. എന്നിട്ടോ കുറേ ആളുകളൊന്നും വന്നില്ല. അവരെന്താ വരാത്തെന്നറിയോ? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് വിശ്വാസമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനായിരുന്നല്ലോ. 40 കൊല്ലക്കാലം അവർക്കിടയിൽ ജീവിച്ചിട്ട് ഒരു ബ്ലാക്ക് മാർക്കും ഒരു നെഗറ്റീവും ഒരു തെറ്റ് നബിതങ്ങൾക്ക് പറയാനില്ല. അവരാരും നബിതങ്ങളെ പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല. ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയാണ് പുകഴ്ത്തിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് സത്യമാണെന്നൊക്കെ അവർക്കറിയാം. പിന്നെ എന്താണ് അവർ വിശ്വസിക്കാത്തത്? അവരുടെ മനോഭാവങ്ങൾ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു നബി വരെ